ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൗസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലെസ് സൈഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാത്തൊരു ഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിലുള്ള രീതിക്കും, അതുപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മളൊരു ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും എങ്ങനെ പൈപ്പിംഗ് ഫിനിഷായിട്ട് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ലൈനിങ് ഇല്ലാത്തൊരു ക്ലോത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലൗസിൻ്റെയൊക്കെ ഫ്രണ്ട് പോർഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ നോർമൽ നെക്ക് മാർക്ക് ചെയ്യുന്ന രീതിയിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ 3 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ക്രോസ് പീസ് ആവശ്യമുണ്ട്. ക്രോസ് പീസ് നമ്മുടെ നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് അതേ നീളത്തിൽ നമുക്കൊരു പൈപ്പിംഗ് ത്രെഡ് അത് നമുക്കൊരു ബണ്ടിലായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നമുക്ക് സ്റ്റിച്ചിങ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അതും വാങ്ങിക്കുക. ദെൻ നമ്മളിത് ചെയ്യുന്നത് 1 സൈഡ് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഈ സെയിം ഫൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിതുപോലെ ആ ഒരു നമ്മുടെ ക്രോസ് പീസിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ പൈപ്പിംഗ് ത്രെഡിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലൊരു ഒരു 1/2 ഇഞ്ചോളം നമുക്ക് സീം അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ തിരിച്ചിട്ട് ആ ഒരു ഇതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇടം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും. ഇനി നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ കറക്റ്റ് ആ ഒരു കളറ് ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് അറിയില്ല ടോപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്തൊരു ടോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു ലൈനിങ് ഉള്ളൊരു ടോപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ ഗാർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഈ പൈപ്പിംഗ് വെച്ചത് കാണാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്രോസ് പീസ് വേണം. അപ്പോൾ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം മുഴുവനായിട്ട്. അതിനുശേഷം നമ്മൾ ആ നെക്കുമ്മ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് കുറച്ച് നമ്മൾ മുന്നത്തെ കാണിച്ചുല്ലോ, കണ്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ നെക്ക് കട്ട് ചെയ്തില്ലേ അതേ സൈസിൽ തന്നെ ഇതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു പീസ് ആ റൗണ്ട് ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ, കണ്ടോ. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഇതേപോലെ തിരിച്ചെടുക്കുക. ഇപ്പം ഞാനിതൊരു പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ആ ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ, ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറച്ചെടുത്താൽ മതി. ഇതിനും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളൂ. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് പീസ് എടുത്തുകൊണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കണേ. ലൈനിങ് പീസ് എടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് അത് കവറപ്പ് ആയിട്ട് വരും. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. താങ്ക് യു.